NEP നടപ്പാക്കുക എന്നത് PM ശ്രീ നടപ്പാക്കുന്നതിൻ്റെ അനിവാര്യമായ ഭാഗമാണ്. ആ രേഖ കണ്ടയാളാണ് ഞാൻ PM ശ്രീയുടെ. അതിലെ ഒരു പ്രധാന വ്യവസ്ഥ NEP നടപ്പാക്കിയിരിക്കണം സ്കൂളുകളിൽ എന്നതാണ്. അപ്പോൾ അത് നടപ്പാക്കുക എന്നാൽ അർത്ഥം നമ്മുടെ കുട്ടികൾ, നമ്മുടെ വരുന്ന തലമുറകൾ മുഴുവൻ തന്നെ തീർത്തും തെറ്റായ തലതിരിഞ്ഞ ഒരു ചരിത്രം പഠിക്കുക, പ്രതിഷേധത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റേതുമായ സാഹിത്യം ഉൾപ്പെടെയുള്ള ആവിഷ്കാരങ്ങൾ പഠിക്കാതിരിക്കുക എന്ന് ഈ രണ്ടർത്ഥങ്ങളും അതിനുണ്ട്. ചരിത്രത്തിൽ നിന്ന് മുഗൾ കാലത്തെ വെട്ടിമാറ്റുന്ന ഒരു 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 ആവിഷ്കാരം നാം കാണുന്നുണ്ട്. അതിൽ ആരുമല്ലാതിരുന്ന ഹിന്ദു രാജാക്കന്മാരെ നവഭാരതത്തിൻ്റെ സൃഷ്ടാക്കളാക്കി അവതരിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ വലിയ നായകബിംബങ്ങളെ തികച്ചും പ്രതിനായകരാക്കി മാറ്റുന്നൊരാഖ്യാനം നമ്മൾ കാണുന്നുണ്ട്. ഗാന്ധിയെപ്പോലെ ഒരാൾ കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ സ്വന്തമാക്കാൻ കഴിയുമോ എന്നവർ ശ്രമിക്കുമ്പോഴും അത് നമ്മുടെ ഗാന്ധിയെ ആയിരിക്കില്ല എന്ന് നമുക്ക് നന്നായി അറിയാം. അതേസമയത്ത് നെഹ്റുവിനെ പോലെ ഒരാളെ, ഒരു പുതിയ ഇന്ത്യയെ സ്വപ്നം കണ്ട ഒരു ആദ്യത്തെ ആളുകളിൽ ഒരാൾ എന്ന് പറയാവുന്ന ഒരാളെ തീർത്തും അദൃശ്യനാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഗോഡ്സെ ഗാന്ധിയെ കൊന്ന ദിവസം അല്ല അവർ ആചരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഒരു രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുകയല്ല ചെയ്യുന്നത്. ഗോഡ്സെ കൊല്ലപ്പെട്ട ദിവസം ബലിദാന ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. ഇത് ചരിത്രത്തിൻ്റെ സമ്പൂർണമായ ഒരു തലതിരിച്ചിലാണ്. എന്ന് മാത്രമല്ല, ചരിത്രം ആരംഭിക്കുന്നത് 2014 എന്ന് തോന്നുന്ന വിധത്തിൽ, അല്ലെങ്കിൽ 1914 ഹിന്ദു മഹാസഭ ആരംഭിച്ച കാലത്താണ് എന്നുപോലും തോന്നുന്ന രീതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തെ മുഴുവൻ തന്നെ വക്രീകരിക്കാനുള്ള, വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. ചരിത്രത്തിനാണ് ഏറ്റവും വലിയ തോതിലുള്ള അംഗഭംഗം വരുത്താനുള്ള ഒരു ശ്രമം ഇന്നും നടക്കുന്നത്. പക്ഷെ അതോടൊപ്പം ചരിത്രം മാറുന്നതോടുകൂടി അതിൻ്റെ ഈ മാറിയ ചരിത്രത്തിൻ്റെ അനുബന്ധങ്ങളായി മാറും പഠിപ്പിക്കപ്പെടുന്ന മറ്റെല്ലാ വിഷയങ്ങളും. നമ്മുടെ സാഹിത്യം ഉൾപ്പെടെ, കലകൾ ഉൾപ്പെടെ എല്ലാം. എന്താണ് മോഡേൺ ആർട്ട് മ്യൂസിയത്തിൽ, ഇന്ത്യയിലെ നാഷണൽ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിൽ സംഭവിക്കുന്നത് എന്ന് കണ്ട ഒരാളാണ് ഞാൻ. എന്താണ് അവിടുത്തെ സാഹിത്യ രംഗത്ത് സംഭവിക്കുന്നത്, എങ്ങനെ പ്രതിഷേധത്തിൻ്റെ എഴുത്തുകാർ നിശബ്ദരാവുന്നു അഥവാ ഭീതി കൊണ്ട് നിശബ്ദരാക്കപ്പെടുന്നു എന്ന് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ആ തരത്തിൽ എഴുത്തുകാരായാലും കലാകാരന്മാരായാലും സംഗീതവും നൃത്തവും പോലുള്ള കലകളിലേക്ക് പോലും അവിടുത്തെ എല്ലാ പുതിയ ആവിഷ്കാരങ്ങളെയും, സ്വതന്ത്രമായ വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരങ്ങളെയും ഇല്ലാതാക്കാനുള്ള, നിരോധിക്കാനോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താനോ ഉള്ള, അവരെ ഭയപ്പെടുത്തി നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടന്നു പോരുന്ന ഒരു കാലത്ത് ജീവിക്കേണ്ടി വരുന്നത് ഒരു വലിയ അഭിശാപമാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരു വൃദ്ധൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന പേരിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് ഈ ഭീഷണമായ വേദനയാണ്. ദാരിദ്ര്യമുള്ളപ്പോഴും സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു കാലത്ത് ജനിക്കുകയും, ദാരിദ്ര്യം മാറിയെങ്കിലും എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചൊരു കാലത്ത് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന എന്നെപ്പോലുള്ള ഒരാളുടെ കഠിനമായ ആത്മദുഃഖമാണ് ആ കവിതയിൽ എന്ന പോലെ എൻ്റെ പല കവിതകളിലും ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നാം, ഈ മാറിയ കാഴ്ചകൾ, മാറിയ ചരിത്രങ്ങൾ, മാറിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ വിപത്തുകൾ, ഇവയെക്കുറിച്ചുള്ള ചില വിചാരങ്ങളും ചർച്ചകളും അവിരാമം എന്ന ആത്മകഥയുടെ അവസാന ഭാഗത്ത് ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.